വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ്. സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ, ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരനെ വിളിക്കുന്ന ഒരു നികൃഷ്ടവാചകം ആവർത്തിക്കാൻ കഴിയില്ല. അത് അങ്ങേയറ്റം അസഭ്യമാണ്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. വായിലെ നാക്കിന് അല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. മൂർഖമ്പാമ്പിന്റെ മുട്ടയെന്ന് മൊയലിന്റെ കുഞ്ഞുങ്ങൾ വിരിയാറില്ല. ഞാൻ ഭയങ്കര എന്താണ് പറയുക, ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവര് ആരോപിക്കുന്ന ഒരു കാര്യം. ഗോത്ര സംസ്കൃതി അതാണോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണോ അവിടെ കയറേണ്ടത്? ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസര ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരികെട്ട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോൽപ്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്ന് തേച്ചരിച്ച് കുളിച്ചാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ ഇതൊക്കെ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, 7 ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കാന്നുള്ളത്. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ വാക്കുകൊണ്ട് തീകോളമാവണം. സാവർണ്ണ കുഴിമാടങ്ങൾ ഞെട്ടിവിറക്കണം. വേട ഇനിയും പാട്, നീ അയ്യങ്കാളുടെ പേരക്കുട്ടി, കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. ഇതൊന്നും സാരമാക്കണ്ട, നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ, വാടാ